ജീവിതം ഒരു യാത്രയാണ്. ലക്ഷ്യം തേടിയുള്ള ഒരു യാത്ര. മനുഷ്യൻ മനസ്സിലൊരു സ്വപ്നം നെയ്ത് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ശ്രമിക്കുകയും പോരാടുകയും ചെയ്യേണ്ട ഒരു യാത്ര. ഇച്ഛാശക്തിയുള്ള മനുഷ്യരുടെ കൂട്ടായ്മകളാണ് എന്നും ലോകം മാറ്റിത്തീർത്തിട്ടുള്ളത്. ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കും തിരക്കുകൾക്കും ഇടയിൽപ്പെട്ട് ലക്ഷ്യത്തിൻ്റെ വ്യക്തതയും ദിശാബോധത്തിൻ്റെ തെളിമയും നഷ്ടപ്പെടാതിരിക്കുക പ്രാധാന്യമാണ്. പ്രതിസന്ധികളുടെയും അശുഭ ചിന്തകളുടെയും വർത്തമാനകാലത്ത് ഇത്തരം നിശ്ചയദാർഢ്യങ്ങൾ എക്കാലത്തേക്കാളും വളരെ പ്രസക്തമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നും ജീവിതത്തിനായി പോരാടുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ചില ഉദ്യമങ്ങൾ നമുക്കും ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു. ജീവിതത്തിൽ തളർന്നു പോയവരിൽ നിന്നും പലരും തൻ്റെ വിധിയെ പഴിച്ചു കിടക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനായി ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ തൻ്റെ വിധിയെ പതിക്കാതെ ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നന്ദി അർപ്പിച്ച് ഇന്നും ജീവിത യാഥാർത്ഥ്യങ്ങൾ, സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു യുവാവിൻ്റെ കഥ. അതാണ് ഉച്ചൂസ് ബ്ലോഗ്, ട്രാവൽ ബ്ലോഗ്. അസാധ്യമായി ഒന്നുമില്ല എന്ന നെപ്പോളിയൻ്റെ വാക്കുകൾ ഓർമ്മ വരുന്നത് ഇവിടെയാണ്. ഓളങ്ങൾക്കനുസരിച്ച് ഒഴുകുന്ന പൊങ്ങുതടി പോലെ മനസ്സിൽ നന്മയുടെ സ്വപ്നവും ലക്ഷ്യവും ഇല്ലാത്ത കാലത്തിൻ്റെ അധാർമികമായ കുലങ്കൊത്തിയൊഴുക്കിൽപ്പെട്ട് മനുഷ്യസഞ്ചയം ഒഴുകി നടക്കുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരാതിരിക്കാനുള്ള കാരണം. വ്യക്തിപരമായി ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ലക്ഷ്യബോധത്തോടെ നിറവേറ്റിയാൽ മാത്രമേ വിജയപീഠത്തിലെത്താനാവൂ. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പ്രതീക്ഷയുടെ കരങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പ്രതീക്ഷയുടെ കരങ്ങൾ ഇവിടെ നമുക്കൊന്നിച്ച് പ്രാവർത്തികമാക്കാം. തളരാത്ത സ്വപ്നങ്ങൾക്കൊന്നും തളിർക്കുന്ന ചിറകുകളുണ്ട്. ചിറകുള്ള സ്വപ്നങ്ങൾ കൂടെയുണ്ടെങ്കിൽ ലക്ഷ്യം എന്നൊരു ഉത്തരമേ കർമ്മപഥത്തിൽ തെളിയുകയുള്ളൂ. മനുഷ്യ മനസ്സുകൾ നന്മയുടെ ലക്ഷ്യങ്ങൾ കൊണ്ട് നിറയട്ടെ. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്.